നമസ്കാരം. മലയാളികളുടെ ദീർഘകാലത്തെ ആഗ്രഹത്തിന് പൂർണ്ണത നൽകിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് ഇനി മുതൽ കേരളം എന്ന് ഔദ്യോഗികമായി അറിയപ്പെടും. കേരള എന്ന പഴയ ഇംഗ്ലീഷ് പ്രയോഗം മാറ്റി കേരളം എന്നാക്കി ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. മലയാളി സമൂഹത്തിനേറെ പ്രിയപ്പെട്ട തിരുവോണ നാളിന്റെ തലേന്നാണ് ഈ നിർണായക ഉത്തരവ്. പേരുമാറ്റവുമായി ബന്ധപ്പെട്ട ബില്ലിന് നേരത്തെ തന്നെ അംഗീകാരം ലഭിച്ചിരുന്നുവെങ്കിലും വിജ്ഞാപനം വന്നതോടെ ഇതിനായുള്ള അന്തിമ നടപടിക്രമങ്ങൾ പൂർണ്ണമായി പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഒരു വർഷത്തിനകം കേരളത്തിന്റെ പേരുമാറ്റം പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്തണമെന്നാണ് വ്യവസ്ഥ. നിയമനിർമ്മാണത്തിലെ മാറ്റങ്ങളും നിർദ്ദേശങ്ങളും പേരുമാറ്റം നിലവിൽ വന്നതോടെ ഇനി വരുന്ന ഒരു വർഷത്തിനകം ഔദ്യോഗിക നിയമങ്ങളിലെല്ലാം തന്നെ കേരള എന്നതിന് പകരം കേരളം എന്ന് പ്രതിഫലിക്കുന്ന വിധത്തിൽ ആവശ്യമായ ഭേദഗതികൾ സർക്കാരുകൾ വരുത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ഏതെങ്കിലും നിയമത്തിലോ രേഖയിലോ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പ്രയോഗമുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഓഫ് കേരളം എന്ന് മാറ്റി സ്ഥാപിക്കണം. കോടതി നടപടികളിലും ഇതിനകം തന്നെ നിലവിലുള്ള കേസുകളിലും ഈ പേരുമാറ്റം പ്രതിഫലിക്കും. മുൻപ് ഫയൽ ചെയ്ത കേസുകളിലെ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പരാമർശം ഇനി മുതൽ സ്റ്റേറ്റ് ഓഫ് കേരളം എന്ന് തന്നെ വ്യാഖ്യാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യും. ചരിത്ര പശ്ചാത്തലവും നിയമസഭാ പ്രമേയവും നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ നാം എന്നും കേരളം എന്ന് ഉപയോഗിക്കാറുണ്ടെങ്കിലും ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് ഇംഗ്ലീഷിൽ കേരള എന്ന് മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഈ ഒരു വൈരുദ്ധ്യം പരിഹരിച്ച് ഭരണഘടനയിലും ഔദ്യോഗിക രേഖകളിലും കേരളം എന്ന് തന്നെയാക്കണമെന്ന് ആവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുകയായിരുന്നു. ഈ പ്രമേയത്തിന്റെ തുടർ നടപടിയായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം. പേരുമാറ്റത്തിന്റെ ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം വകുപ്പ് പ്രകാരമാണ് സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തി, വിസ്തൃതി എന്നിവ മാറ്റുന്നതും പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതുമായ നടപടികൾ സ്വീകരിക്കുന്നത്. ഇതിനായി പ്രത്യേക ഭരണഘടനാ ഭേദഗതിയുടെ ആവശ്യമില്ല. പകരം സാധാരണ ബില്ലിലൂടെ ഇത് നടപ്പിലാക്കാം. നടപടിക്രമങ്ങളുടെ ഭാഗമായി കേരള ബിൽ രാഷ്ട്രപതി ആദ്യം കേരള നിയമസഭയുടെ അഭിപ്രായ രൂപീകരണത്തിനായി അയച്ചുകൊടുത്തു. സംസ്ഥാനത്തിന്റെ പേരിനെയും അതിർത്തിയെയും ബാധിക്കുന്ന വിഷയം ആയതിനാലാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് നിയമസഭയുടെ അഭിപ്രായം തേടിയത്. നിയമസഭയുടെ അനുകൂല നിലപാടിന് ശേഷം രാഷ്ട്രപതിയുടെ പ്രത്യേക ശുപാർശയോടെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ഇരുസഭകളും അത് പാസാക്കുകയും ചെയ്തു. തുടർന്ന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ ഇത് നിയമമായി മാറുകയും കേന്ദ്ര വിജ്ഞാപനത്തിലൂടെ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരികയും ചെയ്തു.